Good morning, students. So we were discussing about continuous functions, the first module of sixth semester real analysis paper. അതിൽ 5 സെക്ഷൻസ് ഉണ്ടായിരുന്നു. നമ്മളതിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളതും ഡെഫിനേഷൻ എന്താണെന്നുള്ളതൊക്കെ ആദ്യം പറഞ്ഞു. പിന്നെ കോമ്പിനേഷൻസ്, സം, പ്രോഡക്റ്റ്, അങ്ങനത്തെ കോമ്പോസിഷൻ, കോഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയാണ്, കണ്ടിന്യൂസ് ആകുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു രണ്ടാമത്തെ സെഷനിൽ. മൂന്നാമത്തെ സെഷനിൽ നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ഓൺ ഇൻ്റർവെൽസ് ആണ് നോക്കിയത്, ഡിഫൈൻ ചെയ്തത്. അതായത് ഇൻ്റർവെൽസിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന് കുറച്ച് അഡീഷണൽ പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മൾ കണ്ടു. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരുപാട് പ്രോപ്പർട്ടികൾ, ബൗണ്ടഡ്നെസ് തിയറം, മാക്സിമം മിനിമം തിയറം, ലൊക്കേഷൻ ഓഫ് റൂട്ട് തിയറം, ഇന്റർമീഡിയറ്റ് വാല്യൂ തിയറം, അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളൊക്കെ നമുക്ക് കുറേയൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ട് പ്രൂവ് ചെയ്ത് നമ്മൾ പഠിച്ചു. ആൻഡ് അവസാനം നമ്മൾ ഫോർത്ത് സെക്ഷനിൽ യൂണിഫോം കണ്ടിന്യൂറ്റിനോട് കുറച്ച് ഒരു എക്സ്ട്രാ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു കൺസെപ്റ്റ്, യൂണിഫോം കണ്ടിന്യൂറ്റി ഓൺ എ സെറ്റ് എന്നുള്ള ഭാഗമായിരുന്നു പഠിച്ചത്. ഇനി നമ്മൾ ലാസ്റ്റ് സെഷൻ, അഞ്ചാമത്തെ സെഷൻ, മൊണോട്ടോൺ ഫങ്ഷൻസ് ആൻഡ് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ ആണ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന, ആദ്യം കുറച്ച് ഡെഫിനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്താണ് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ മുകളിലേക്ക്, താഴേക്ക് വരില്ല, ഇങ്ങനെ മുകളിലേക്ക്, ചിലപ്പോൾ നേരെ വരാം, മുകളിലേക്ക് തന്നെ പോകും. അതായത് ആസ് എക്സ് ഇൻക്രീസസ്, ഇഫ് യു ഹാവ് എ റിയൽ വാല്യൂ function of a real variable x, as the value of x increases, f of x also increases. Then we say that this function is increasing function. അതായത് for every, if you have a function f from a set a to r, this function is said to be increasing if for every values of x and x1 and x2, if you take 2 points in the domain a such that x1 is less than x2. If you take 2 points, x1 on the left side of x2, then you can see that f of x1 will be f of x1 നേക്കാളും വലുതായിരിക്കും f of x2. Okay, that is whenever x1 is less than x2, f of x1 is less than ഈക്വലും ആവാം. ഓക്കെ, ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈക്വൽ വേണമെങ്കിലും ആവാം. അതേസമയം സ്ട്രിക്റ്റ് ഇൻഈക്വാലിറ്റി, അതായത് എഫ് ഓഫ് എക്സ് വൺ സ്ട്രിക്ട്ലി ലെസ് ദാൻ എഫ് ഓഫ് എക്സ് ടു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ അങ്ങനെയാണ് സ്ട്രിക്റ്റ് ഇൻഈക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറയും. സോ ഇഫ് ദിസ് ഇസ് സാറ്റിസ്ഫൈഡ്, വി സേ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഇസ് monotonic increasing or just an increasing function on A, and the same function is said to be strictly increasing if this inequality is strict. That is, whenever you take 2 points x1 and x2 on with x1 less than x2, then f of x1 will be strictly less than f of x2 for strictly increasing function. For example, constant function എടുക്കുകയാണെങ്കിൽ it is increasing but not strictly increasing. For example, floor function അല്ലെങ്കിൽ ceiling function, നിങ്ങൾക്കറിയാം ഫ്ലോർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ വാല്യൂ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ എന്നൊക്കെ പറയുന്നത് മോണോട്ടോണിക് ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അതായത് 0 തുടങ്ങി 1 വരെയുള്ള നമ്പേഴ്സിൻ്റെ എല്ലാം ഫ്ലോർ 0 ആണ്. 1 തുടങ്ങി 2 വരെയുള്ള എല്ലാത്തിൻ്റെയും 1. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇങ്ങനെ സ്റ്റെപ്പായിട്ട് പോവും അല്ലേ. പക്ഷെ അത് ഇൻക്രീസ് ചെയ്തിട്ടാണ് വരുന്നത്. ഇങ്ങോട്ടാണെങ്കിലും സ്റ്റെപ്പായിട്ട് ഇങ്ങനെ എപ്പോഴും ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. പക്ഷേ ഇതിൽ ഹൊറിസോണ്ടൽ ലൈൻ സെഗ്മെന്റ്സ് ഗ്രാഫിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവിടെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് അല്ല. കാരണം ഇവിടെ 2 പോയിന്റ്സിന് എഫ് ഓഫ് എക്സ് വൺ എഫ് ഓഫ് എക്സ് ടു ഈക്വൽ ആയിട്ടുണ്ട്. അപ്പോൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് അല്ല, പക്ഷേ ഇൻക്രീസിങ് ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഇനീക്വാളിറ്റി സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. അതേസമയം ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ കർവിന്റെ പാർട്ടായിട്ട് വരാതെ കറക്റ്റായിട്ട് ഒന്നെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ, that is strictly increasing. For example, f of x equal to x cube എന്നോ x cube എങ്ങനെ ഇരിക്കും, ഇങ്ങനെ അല്ലേ. ഇറ്റ്സ് an increasing function. f of x equal to x, identity function, an increasing function.
f of x equal to 2x plus 3 അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷൻസ് എഴുതിയാൽ ഇറ്റ് ഈസ് എ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ. ഇതേപോലെ തന്നെ നമുക്ക് monotonic decreasing ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഫംഗ്ഷൻ f from a to r is said to be monotonic decreasing or simply decreasing function on a if whenever you take 2 points x1 and x2 from the domain such that x1 less than x2. അപ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ എന്താണ് ഇങ്ങനെയാണ്, വേരിയബിൾ ആസ് ദ വാല്യൂ ഓഫ് ദ വേരിയബിൾ ഇൻക്രീസസ് ഫംഗ്ഷൻ വാല്യൂ ഡിക്രീസസ്. അപ്പോൾ x1നേക്കാളും വലിയ x2 എടുത്താൽ എഫ് ഓഫ് x1നേക്കാളും വലുതായിരിക്കില്ല, പിന്നെയോ ചെറുതായിരിക്കും എഫ് ഓഫ് x2. ദിസ് ഇംപ്ലൈസ് എഫ് ഓഫ് x1 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2. ആൻഡ് ഇതിലും സ്ട്രിക്റ്റ് ഇൻഈക്വാലിറ്റി ഹോൾഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പറയും സ്ട്രിക്ട്ലി ഡിക്രീസിങ്. ഫോർ എക്സാമ്പിൾ from a to r strictly decreasing ആവണമെങ്കിൽ for every x1 and x2 in a with x1 less than x2 f of x1 will be strictly greater than f of x2. For example, f of x equal to 1 by x. f of x equal to 1 by x where x greater than 0. This is strictly decreasing. Decrease ചെയ്തിട്ടാണ് വരുന്നത്. Like this. Same a monotonic decreasing function which is not strictly decreasing. എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? Say for example minus x. Minus x എന്ന് പറയുമ്പോൾ ഡിക്രീസ് ചെയ്ത് വരുന്നു. മൈനസ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. നമുക്ക് വേണമെങ്കിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ് അല്ലാത്ത ഒരു ഡിക്രീസിങ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണമെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് ഫോർ എക്സ് ലെസ് ദാൻ 0 ആൻഡ് 0 ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ഗ്രാഫ്. ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരെ വന്നിട്ട് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് പോകും, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് പോകും. സോറി, ഞാൻ വരക്കുമ്പോൾ വളഞ്ഞു പോകുന്നതാണ്. So this is a decreasing function which is not strictly decreasing. So that's the definition of increasing and decreasing function. If a function is either decreasing or increasing, it is known as a monotonic function. So monotonic function അല്ലെങ്കിൽ monotone function means it is either increasing or decreasing. Either increasing or decreasing എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കരുത്, ഒരു പോർഷനിൽ ഡിക്രീസ് ചെയ്ത് വന്നിട്ട് ഒരു പോർഷനിൽ ഇൻക്രീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതൊരു ഇൻക്രീസിങ് ഫംഗ്ഷനും അല്ല ഡിക്രീസിങ് ഫംഗ്ഷനും അല്ല കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ ഓൺ എനി ഇന്റർവെൽ കണ്ടെയ്നിങ് അല്ലെ 0 റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും ഉള്ള ഇന്റർവെൽ ഉള്ള ലൈക്ക് ഫോർ എക്സാമ്പിൾ -1 1 എന്നോ ഇങ്ങനെയുള്ള ഇന്റർവെല്ലിൽ ആ ഫംഗ്ഷൻ 0 തുടങ്ങി -1 തുടങ്ങി 0 വരെ ഡിക്രീസ് ചെയ്തു വരുന്നു. അപ്പോൾ ഇറ്റ് ഈസ് എ ഡിക്രീസിങ് ഫംഗ്ഷൻ ഓൺ ദി ഇന്റർവെൽ -1 ക്ലോസ്ഡ് ഇന്റർവെൽ -1 0. And it is an increasing function on closed 0 1. പക്ഷേ ആസ് സച്ച് ക്ലോസ്ഡ് ഇന്റർവെൽ -1 1 എന്നുള്ള ഇന്റർവെല്ലിൽ ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങോ അല്ല ഡിക്രീസിങ്ങോ അല്ല. ഇറ്റ് ഇസ് നോട്ട് എ മോണോട്ടോണിക് ഫംഗ്ഷൻ. മോണോട്ടോണിക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഇൻക്രീസിങ് ആവണം അല്ലെങ്കിൽ ഡിക്രീസിങ് ആവണം. ഓക്കെ, അപ്പൊ ഇതുപോലെ അല്ല, ഇതൊരു ഇൻക്രീസിങ്ങോ അല്ലാത്ത ഡിക്രീസിങ്ങോ അല്ലാത്ത ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ അതാണ് മോണോട്ടോണിക് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. കുറച്ച് കാര്യങ്ങൾ മോണോട്ടോണിക് ഫംഗ്ഷന്റെ ശ്രദ്ധിക്കാവുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ. ഇഫ് എഫ് ഇസ് എൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഓണേ മൈനസ് എഫ് എന്നുള്ള ഫംഗ്ഷൻ ഡിക്രീസിങ് ആയിരിക്കും. സിമിലർലി ഇഫ് എഫ് ഇസ് ഡിക്രീസിങ് ദ ഫംഗ്ഷൻ മൈനസ് എഫ് വിൽ ബി ഇൻക്രീസിങ്. നിങ്ങൾക്ക് ആ ഇനീക്വാളിറ്റീനകത്ത് ഒരു മൈനസ് ഇടുമ്പോഴത്തേക്ക് ഇനീക്വാളിറ്റി തിരിഞ്ഞു വരണതാണ്. ദാറ്റ് ഇസ് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതാണ് ഇതിന്റെ പ്രൂഫ്. ഇനി വേറൊരു കാര്യം ശ്രദ്ധിക്കാവുന്നത്, monotonic functions are not necessarily continuous. monotonic functions എപ്പോഴും കണ്ടിന്യൂസ് ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്ത ഫ്ലോർ ഫംഗ്ഷൻ തന്നെ നോക്കിക്കോളൂ. എല്ലാ ഇൻറ്റീജർ പോയിന്റ്സും ഈ ഫംഗ്ഷന്റെ ഡിസ്കണ്ടിന്യൂസ് പോയിന്റ്സ് ആണ്. ഈ പോയിന്റ് 1 ലെഫ്റ്റ് ലിമിറ്റ് 0 റൈറ്റ് ലിമിറ്റ് 1 ആണ്. സോ ദർ ഈസ് എ ഗ്യാപ്പ് അല്ലേ. സോ എല്ലാ monotonic ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് അല്ല. ഫോർ എക്സാമ്പിൾ ഫ്ലോർ ഫംഗ്ഷൻ, അതല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഡിക്രീസിങ് ഫംഗ്ഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ
സേ 0ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് 1 എന്ന് ഡിഫൈൻ ചെയ്യുന്നു, 0ൻ്റെ റൈറ്റ് സൈഡിലേക്ക് 0 എന്നോ വേറെ ഏതെങ്കിലും വാല്യൂ ഡിഫൈൻ ചെയ്ത് ദിസ് ഇസ് എ monotonic decreasing function, but it is not continuous, it's discontinuous at the point 0. Okay, monotonic functions എല്ലാം continuous അല്ല. അപ്പോൾ പിന്നെ എന്താണ് മോണോട്ടോണിക് ഫംഗ്ഷൻസിന് കണ്ടിന്യൂറ്റിനായിട്ട് റിലേറ്റ് ചെയ്ത് എന്ത് പറയാൻ പറ്റും? അപ്പോൾ അതിന് മുന്നേ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, എന്താണ് ലെഫ്റ്റ് ലിമിറ്റ് റൈറ്റ് ലിമിറ്റ് എന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. ലെഫ്റ്റ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ അറ്റ് സി എന്ന ഒറ്റ പോയിന്റ് സി എന്ന് പറയുന്നത് ഡിനോട്ട് ചെയ്യുന്ന എഫ് ഓഫ് സി മൈനസ് എന്നാണ്. എന്താണത്? ലെഫ്റ്റ് ലിമിറ്റ്. ഒരു പോയിന്റിലെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് സേ ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് സി മൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് സി മൈനസ് എഫ് ഓഫ് സി മൈനസ് അല്ലെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യും. അത് എൽ ആവുന്ന എപ്പോഴാണ്? ഇറ്റ്സ് ഈക്വൽ ടു എൽ ഇഫ് കറസ്പോണ്ടിങ് ടു എവറി എപ്സിലോൺ നൈബർഹുഡ് ഓഫ് എൽ ദർ എക്സിസ്റ്റ് ലെഫ്റ്റ് നൈബർഹുഡ് ഓഫ് സി, അതായത് സി മൈനസ് ഡെൽറ്റ സി എന്നുള്ള ഒരു നൈബർഹുഡ് ഉണ്ട്. Such that there exists a delta greater than 0 such that f of x is in the neighborhood epsilon neighborhood of L whenever x is in the left neighborhood of C. That is the definition of left limit. ഇതുപോലെ തന്നെ നമുക്ക് റൈറ്റ് ലിമിറ്റ് ഡിഫൈൻ ചെയ്യാം. റൈറ്റ് ലിമിറ്റ് ഓഫ് എഫ് അറ്റ് സി ഡിനോട്ടഡ് ബൈ എഫ് ഓഫ് സി പ്ലസ് അല്ലെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ്. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് it is equal to L if for every epsilon greater than 0 there for every epsilon neighborhood of L there existed right neighborhood of C open interval C plus delta such that whenever x is in the right neighborhood of C, f of x is in the epsilon neighborhood of L. So that is the definition of right limit and left limit. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാവുന്നത് ഇതാണ്, ഈ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു സുപ്രീമം വാല്യൂ ആണ്. ഞാൻ നിങ്ങളോട് ഇടയ്ക്ക് പറയാറുണ്ട് അല്ലെ, എല്ലാം ഒരു ലിമിറ്റ് പോയിന്റ് ആണ് എന്നൊക്കെ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്. സുപ്രീമോ എന്ന് പറയുന്നതും ഇൻഫിമോ എന്ന് പറയുന്നതും ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് റൈറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് എന്ന് പറയുന്നതും പിന്നെ നമ്മൾ ഇടയ്ക്ക് ഡിസ്കസ് ചെയ്തിട്ടുള്ള ലിമിറ്റ് സുപ്പീരിയർ ലിമിറ്റ് ഇൻഫീരിയർ ഓഫ് എ സീക്വൻസ്, ഇതൊക്കെയും ഒരു ലിമിറ്റ് പോയിന്റ് ആണ്. ലിമിറ്റ് പോയിന്റ് അല്ലെങ്കിൽ ക്ലസ്റ്റർ പോയിന്റ് അക്യുമുലേഷൻ പോയിന്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാവുന്ന ഒരു തിയറാണ്. തിയറ എന്താണ്? ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സുപ്രീമം വാല്യൂ ആണ്. അതായത് ഒരു ഫംഗ്ഷന്റെ ഒരു പോയിന്റിലെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കണ്ടിന്യൂസ് അല്ലാത്ത ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ഞാനൊരു ഒരു ഗ്രാഫ് ഇങ്ങനെ ചുമ്മാ വരക്കാണ്. കണ്ടിന്യൂസ് അല്ലാത്ത ഫംഗ്ഷൻ ആണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇങ്ങനെ പോണേന്ന് വെച്ചോ. അപ്പൊ ഈ പോയിന്റിൽ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. ഈ പോയിന്റ് സി ആണെന്നിരിക്കട്ടെ. ഈ സിയിലെ ലെഫ്റ്റ് ലിമിറ്റ് ഇതാണ് അല്ലെ, ഇതാണ് ലെഫ്റ്റ് ലിമിറ്റ്. ഈ വാല്യൂ, ആ വാല്യൂ ഇവിടെ എന്താണോ, സേ ഫോർ എക്സാമ്പിൾ സം L1 എന്നാണെങ്കിൽ L1 ആണ് ഇവിടുത്തെ ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് സി, L2 ആണ് റൈറ്റ് ലിമിറ്റ് അറ്റ് സി. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊരു മോണോട്ടോണിക് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ, മോണോട്ടോണിക് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിലാണ് കേട്ടോ. ഡിക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇങ്ങനെയല്ല വരിക. മോണോട്ടോണിക് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ മോണോട്ടോണിസിറ്റി ഇവിടെ എന്തോ ഒരു കുറച്ചൊരു വളവ് വന്നുപോയി. ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇതിങ്ങനെ കൂടിക്കൊണ്ടായിരിക്കണേ അല്ലേ ഫംഗ്ഷൻ വാല്യൂ. അപ്പോൾ ഈ സിയുടെ ലെഫ്റ്റ് നൈബർഹുഡിലെ എല്ലാ വാല്യൂസിലും നോക്കിക്കഴിഞ്ഞാൽ ഈ പോയിന്റിലെ വാല്യൂ ആണ് എഫ് ഓഫ് സി എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ എഫ് ഓഫ് സി ഇവിടെ ഡിഫൈൻഡ് തന്നെ ആയിരിക്കില്ല, അല്ലെങ്കിൽ വേറെ വല്ലയിടത്തായിരിക്കും എഫ് ഓഫ് സി ഡിഫൈൻ ചെയ്യാറില്ല. ഈ വാല്യൂസിലെ ഏറ്റവും വലിയ വാല്യൂ ആണ് അല്ലെങ്കിൽ സുപ്രീമം വാല്യൂ ആണ് ലെഫ്റ്റ് ലിമിറ്റ്. അതുപോലെ തന്നെ സിന്റെ റൈറ്റ് സൈഡിലേക്കുള്ള റൈറ്റ് നൈബർഹുഡിലുള്ള ഫംഗ്ഷൻ വാല്യൂസിലെ ഏറ്റവും ചെറിയ അതിന്റെ ഇൻഫിമം ആണ് റൈറ്റ് ലിമിറ്റ്. എന്നോട് പറയാം, ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് സി എഫ് ഓഫ് സി മൈനസ് എന്ന് എഴുതുന്നത്, അല്ലെങ്കിൽ എന്തെന്ന് എഴുതുക, ലിമിറ്റ് ഓർ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് സി എന്ന് പറയുന്നത് സിന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫംഗ്ഷൻ വാല്യൂസിൽ, അതായത് if f is a function from some I to R where f is increasing on I, then സിയുടെ റൈറ്റ് സൈഡിലെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള എക്സ് വാല്യൂസിലെ സിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ വാല്യൂസിലെ ഏറ്റവും വലിയ വാല്യൂ സുപ്രീമം ഓഫ് എഫ് ഓഫ് എക്സ് ആസ് എക്സ് വേരീസ് ഓവർ ഐ ആൻഡ് എക്സ് ഇസ് ലെസ് ദാൻ സി. അതുപോലെ തന്നെ
റൈറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് സിയിലെ റൈറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് സിയുടെ റൈറ്റ് സൈഡിലേക്കുള്ള ഫംഗ്ഷൻ വാല്യൂസിലെ ഫംഗ്ഷൻ വാല്യൂസിന്റെ ഇൻഫിമം വാല്യൂ ആണ്. Okay, so that is the theorem. For a monotonic increasing function, left limit at a point is the supremum of the function values on the left side of C, and the right limit of the function at C is the infimum of the function values on the right side of C. Okay, right limit right side le values le ഏറ്റവും ചെറിയ വാല്യൂ. നമ്മൾ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടും ലീസ്റ്റ് അപ്പർ ബൗണ്ടൊക്കെ പറയുന്ന പോലെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ സി എന്നുള്ള പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലെ ഫംഗ്ഷൻ വാല്യൂസിൽ ഏറ്റവും വലിയ വാല്യൂ ആണ്. ഇത് വളരെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാം. എങ്ങനെ പ്രൂവ് ചെയ്യാം? കൺസിഡർ എ മോണോട്ടോണിക് ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആൻഡ് സി ബി എ പോയിന്റ് ഇൻ ഐ. ഇവിടെ നമ്മൾ ലെഫ്റ്റ് എൻഡ് പോയിന്റ് അല്ലാത്ത സി ആണ് എടുത്തിരിക്കുന്നത്. അല്ല സോറി, ലെഫ്റ്റ് റൈറ്റ് ഇന്റർവെല്ലിന്റെ എൻഡ് പോയിന്റ്സ് അല്ലാത്ത സി, ലെഫ്റ്റ് എന്നല്ല, നോട്ട് ആൻ എൻഡ് പോയിന്റ് ഓഫ് ദ ഇന്റർവെൽ ഐ. സോ ഗിവൺ ദാറ്റ് എഫ് ഇസ് ഇൻക്രീസിംഗ്, സോ ദാറ്റ് for every x in I, x less than c ആണെങ്കിൽ f of x is less than or equal to f of c. അത് നമുക്ക് ഇൻക്രീസിങ് ഫംഗ്ഷന്റെ കാര്യത്തിൽ അറിയാം. നിങ്ങൾക്കിത് നമുക്ക് തനിയെ അങ്ങ് പ്രൂവ് ചെയ്യാം അല്ലേ? പ്രൂവ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ എഫ് ഇൻക്രീസിങ് ആണ് പറഞ്ഞിട്ടുണ്ട്. എഫ് ഇൻക്രീസിങ് ആണ്. സോ ഒരു പോയിന്റ് എടുത്താൽ, സി എന്നുള്ളൊരു പോയിന്റ് എടുത്താൽ സിന്റെ ലെഫ്റ്റ് സൈഡിലെ എല്ലാ എക്സിനും, ഫോർ എവറി എക്സ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് സി, എക്സ് ലെസ് ദാൻ സി ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് സിനേക്കാളും ചെറുതായിരിക്കും. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് സി ആയിരിക്കും. അതായത് എഫ് ഓഫ് സി ഈസ് ബിഗർ ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈച്ച് ആൻഡ് എവറി വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് വേർ എക്സ് ഇസ് ലെസ് ദാൻ സി. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് എക്സ് ബിലോങ്സ് ടു ഐ എക്സ് ലെസ് ദാൻ സി എന്നുള്ള സെറ്റിന്റെ അപ്പർ ബൗണ്ടാണ് എഫ് ഓഫ് സി. F of C is an upper bound for this set. എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? പ്രൂവ് ചെയ്യാനുള്ളത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ സുപ്രീമം ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒരു അപ്പർ ബൗണ്ട് കിട്ടി നമുക്ക് ഈ സെറ്റിന്റെ. നമുക്ക് എന്താ വേണ്ടേ? ഈ സെറ്റിന്റെ സുപ്രീമം എന്ന് പറയുന്നത് എന്താന്ന് വേണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് ആണ് ഈ സെറ്റിന്റെ സുപ്രീമോ എന്നാണ് വേണ്ടത്. അപ്പൊ നമുക്ക് കിട്ടി ഈ സെറ്റിന്റെ സുപ്രീമോ ആണ് ലെഫ്റ്റ് ലിമിറ്റ് എച്ച് ചെയ്യുന്ന പ്രൂവ് ചെയ്യണ്ടേ. അപ്പൊ ഈ സെറ്റിന് നമ്മൾ ഒരു അപ്പർ ബൗണ്ട് ഉണ്ടെന്ന് കിട്ടി. ബൈ ഓർഡർ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി അപ്പർ ബൗണ്ട് ഉള്ള സെറ്റിന് നോൺ എം ടി സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് വിച്ച് ഹാസ് ആൻ അപ്പർ ബൗണ്ട് ഹാസ് ദ സുപ്രീമോ. അപ്പൊ ഈ സെറ്റിന് സുപ്രീമോ ഉണ്ട്. ആ സുപ്രീമത്തിനെ നമ്മൾ ഒരു പേര് വിളിക്കുകയാണ് എൽ. Supremum of the set of all elements f of x as x varies over I and x is less than c. ഇതിനെ ഞാൻ L എന്ന് വിളിച്ചു. പ്രൂവ് ചെയ്യേണ്ടത് ഈ L ആണ് ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് സി എന്ന് പ്രൂവ് ചെയ്യണം. എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് L ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ലെഫ്റ്റ് ലിമിറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെയാ? ലെഫ്റ്റ് ലിമിറ്റിന്റെ ഡെഫിനേഷൻ അറിയാം. ഏതൊരു എപ്സിലോൺ തന്നാലും there exists a delta such that f of x minus L is less than epsilon for all x in c minus delta c എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ഒരു എപ്സിലോൺ എടുത്തു. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൻ. നമ്മൾ എടുത്തിരിക്കുന്ന വാട്ട് ഇസ് എൽ? എൽ ഇസ് ദ സുപ്രീം ഓഫ് എ സെറ്റ്. സുപ്രീം എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്. അപ്പോൾ എൽ മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് അതിനേക്കാൾ ചെറിയ ഒരു അപ്പർ ബൗണ്ട് ഇല്ല. അപ്പോൾ എൽ മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് ആ സെറ്റിന്റെ അപ്പർ ബൗണ്ട് അല്ല. അതായത് ആ സെറ്റില് നമുക്ക് ഒരു എലമെന്റ് കണ്ടുപിടിക്കാൻ പറ്റും. എൽ മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് ഇസ് നോട്ട് ആൻ അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ there exists is not an upper bound of this set എന്ന് പറഞ്ഞാൽ അർത്ഥം ഞാൻ ഈ സെറ്റിനെ എസ് എന്ന് വിളിക്കണമെങ്കിൽ എസ് മീൻസ് എന്താ അതിൻ്റെ അർത്ഥം? എൽ മൈനസ് എപ്സിലോണിന്റെ അപ്പർ ബൗണ്ട് അല്ലാന്ന് വെച്ചാൽ അതിനേക്കാൾ വലിയ ഒരു എലമെന്റ് ഈ സെറ്റിലുണ്ട്. എഫ് ഓഫ് വൈ എന്ന് പറഞ്ഞൊരു എലമെന്റ് y is in I, y less than c such that L minus epsilon is less than f of I. Okay, so we take there exists an element y is less than c and L minus epsilon is less than f of I. ഇനി ഈ f of y എന്ന് പറയുന്നത് ക്ലിയർലി ലെസ് ദാൻ ഓർ ഈക്വൽ ടു L ആണ്. കാരണം എന്താണ്? L is the
supreme of the set. So it's clearly an upper bound and it is the least upper bound. അപ്പോൾ എല്ലാ എഫ് ഓഫ് എക്സുകളും എല്ലിനേക്കാളും ചെറുതാണ്. എഫ് ഓഫ് വൈ ആണെങ്കിലും ശരി എല്ലിനേക്കാളും ചെറുതാണ്. എൽ എന്ന് പറയുന്നത് എൽ പ്ലസ് എപ്സിലോണിനേക്കാളും ചെറുതാണ്. അതായത് എപ്സിലോൺ ഇസ് പോസിറ്റീവ്. സോ നമുക്ക് കിട്ടി എഫ് ഓഫ് വൈ ഇസ് ഇൻ എൽ മൈനസ് എപ്സിലോൺ എൽ പ്ലസ് എപ്സിലോൺ. എൽ മൈനസ് എപ്സിലോൺ എൽ പ്ലസ് എപ്സിലോൺ അല്ലെങ്കിൽ എഫ് ഓഫ് വൈ മൈനസ് എൽ മോഡുലസ് ഇസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് കിട്ടി. അതായത് നമുക്ക് ഓക്കെ എഫ് ഓഫ് വൈ മൈനസ് എൽ ഇസ് ലെസ് ദാൻ എപ്സിലോൺ അല്ലെങ്കിൽ കിട്ടി. ഇനി നമുക്ക് ഈ വൈയും സിയും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ആയിട്ട് ഡെൽറ്റ എടുക്കാം. നമുക്കിവിടെ ഒരു വൈ കിട്ടി, വൈ ലെസ് ദാൻ സി ആണ്. ഈ സിയും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് സി ആണല്ലോ വലുത്, സി മൈനസ് വൈ ആയിട്ട് ഞാൻ ഡെൽറ്റ എടുക്കുകയാണ്. ക്ലിയർലി സി വൈ ലെസ് ദാൻ സി ആയതുകൊണ്ട് വൈ ഇസ് ലെസ് ദാൻ സി, കറക്റ്റ്. ഓക്കെ, സി ആണ് വലുത്, അപ്പോൾ ഗ്രേറ്റർ ദാൻ 0 ആണ്. കൂടാതെ ഇഫ് എക്സ് ഇസ് ഇൻ ദ ഡെൽറ്റ നൈബർഹുഡ് ഫോർ എവറി എക്സ് ബിലോങ്സ് ടു സി മൈനസ് ഡെൽറ്റ സി, ലെഫ്റ്റ് ഡെൽറ്റ നൈബർഹുഡ് ഓഫ് സി എടുത്തു. അതായത് എക്സ് ഇസ് ഇൻ ബിറ്റ്വീൻ c minus delta and c, since delta is c minus y, we will get c minus y is less than x less than c. This is nothing but c minus c plus y is less than x less than c. And since your function f is a, നമ്മൾ എടുത്തിരിക്കുന്ന y യുടെ പ്രത്യേകത എന്താണ്? y എന്ന് പറഞ്ഞാൽ നമ്മളെടുത്ത് ചൂസ് ചെയ്ത എലമെന്റ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് വൈ ഈസ് ഇൻ എൽ മൈനസ് എപ്സിലോൺ എൽ പ്ലസ് എപ്സിലോൺ ആവുന്ന വൈ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൽ മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് ക്ലിയർലി എൽ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എഫ് ഓഫ് വൈ എന്ന് എഴുതാം. ഓക്കെ, ആൻഡ് എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. കാരണം എന്താണ്? വൈ ലെസ് ദാൻ എക്സും ആണ്, ഫംഗ്ഷൻ എഫ് ഇസ് മോണോട്ടോണിക് ഇൻക്രീസിങ്. So f of y is less than or equal to f of x. കൂടാതെ ഈ f of y is less than or equal to f of x. And this f of x is less than or equal to L. കാരണം L is an upper bound for the set of all images f of x where x is less than c. Okay. So and this L is less than L plus epsilon since epsilon is positive. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? We get f of x is in L minus epsilon L plus epsilon 30. That is, for every point x in the left delta neighborhood of C, f of x is in the epsilon neighborhood of L. That means L is the left limit of f at C. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ റൈറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇമേജസ് എഫ് ഓഫ് എക്സ് ആസ് എക്സ് ഗ്രേറ്റർ ദാൻ സിയുടെ ഇൻഫിമോ ആണ് എന്നും പ്രൂവ് ചെയ്യാം. അപ്പം എന്താ നമ്മൾ ചെയ്തേ? ഒന്നുകൂടെ പറയാം. നമ്മൾ ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ ഇൻ്റർവൽ ഐ എടുത്തു. ആൻഡ് സി ഈസ് നോട്ട് ആൻ എൻഡ് പോയിന്റ് ഓഫ് ഐ. സി എന്ന് പറഞ്ഞൊരു പോയിന്റ് എടുത്തു. സിൻസ് എഫ് ഇസ് ഇൻക്രീസിങ്, നമുക്കറിയാം സിനേക്കാളും ചെറിയ എല്ലാ എക്സിനും എഫ് ഓഫ് എക്സ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എഫ് ഓഫ് സി. So the set f of x as x varies over I and x less than c എന്നുള്ള സെറ്റിന്റെ അപ്പർ ബൗണ്ട് ആണ് എഫ് ഓഫ് സി. നമുക്ക് അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ ഓർഡർ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി വെച്ചിട്ട് സുപ്രീമം ഉണ്ടെന്ന് പറയാം ആ സെറ്റിന്. ആ സുപ്രീമത്തിനെ നമ്മൾ എൽ എന്ന് വിളിച്ചു. ഈ എൽ ആണ് ലെഫ്റ്റ് ലിമിറ്റ് ഓഫ് എഫ് എച്ച് സി എന്ന് പ്രൂവ് ചെയ്യണം. ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഏത് എപ്സിലോൺ നൈബർഹുഡ് ഓഫ് എല്ലിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു ലെഫ്റ്റ് ഡെൽറ്റ നൈബർഹുഡ് ഓഫ് സി ഉണ്ടെന്ന് പറയണം. സച്ച് ദാറ്റ് whenever an element is in the left delta neighborhood of C and the image f of x is in the epsilon neighborhood of L. അങ്ങനെ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഒരു എപ്സിലോൺ എടുത്തു. അപ്പോൾ എൽ മൈനസ് എപ്സിലോൺ എന്ന് പറയുന്ന നമ്പർ, സിൻസ് എൽ ഇസ് ദ സുപ്രീം ഓഫ് ദിസ് പെർട്ടിക്കുലർ സെറ്റ്, എൽ മൈനസ് എപ്സിലോൺ ഇസ് നോട്ട് an upper bound for that set. That means there exists an element f of y which is greater than L minus epsilon. അപ്പോൾ എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് നമുക്ക് എൽ മൈനസ് എപ്സിലോണിലും എൽ പ്ലസ് എപ്സിലോണിനും ഇടയ്ക്കാണെന്ന് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ വൈനെ യൂസ് ചെയ്തിട്ടാണ് ഡെൽറ്റ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ സി മൈനസ് വൈ എന്ന് എടുത്തു. ദെൻ ഡെൽറ്റ പോസിറ്റീവ് ആണ്, കാരണം വൈ എന്ന് പറയുന്നത്
സിനേക്കാളും ചെറിയ നമ്പറാണ്, ചെറിയൊരു പോയിന്റ് ആണ്. അപ്പോൾ for every element in the left delta neighborhood of C, we will get y is less than x less than C. And since we have chosen the point y in such a way that f of y is in the epsilon neighborhood of L, we can write f of y is bigger than L minus epsilon. And since y is less than x and f is monotonic increasing, f of y is less than or equal to f of x, and f of x is less than or equal to L, since L is an upper bound for the set of all f of x as x varies over I and x less than C, and L is less than L plus epsilon. That means f of x is lying between L minus epsilon, L plus epsilon. That is, for every element in the left delta neighborhood of C, its image f of x is in the epsilon neighborhood of L. That means this L is the left limit of f at C. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നമുക്ക് റൈറ്റ് ലിമിറ്റിൻ്റെ കേസും പ്രൂവ് ചെയ്യാം. അതായത് സി എന്നുള്ള പോയിന്റിലെ ഫംഗ്ഷൻ്റെ റൈറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് സിയുടെ റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷൻ വാല്യൂസിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ ആണ്, അതായത് ഇൻഫിമം വാല്യൂ ആണ്. കാരണം ഫംഗ്ഷൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആയതുകൊണ്ട് സിയുടെ റൈറ്റ് സൈഡിലുള്ള പോയിന്റ്സിൻ്റെ ഒക്കെ ഫംഗ്ഷൻ വാല്യൂസ് ഇങ്ങനെ കൂടിക്കൂടിയാണ് വരിക റൈറ്റിലേക്ക് പോകുന്നത്. അതിൽ ഏറ്റവും ഇൻഫിമം ആയിട്ട് വരുന്ന വാല്യൂ ആണ് റൈറ്റ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ് സി. അത് നമുക്ക് ഇതേപോലെ തന്നെ സിമിലർ ആയിട്ട് ഇതേ മെത്തേഡിൽ തന്നെ നമുക്കത് പ്രൂവ് ചെയ്യാം. സോ ദാറ്റ് കംപ്ലീറ്റ്സ് ദ പ്രൂഫ് ഓഫ് ദിസ് തിയറം. ഓക്കെ, ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇപ്പോൾ ഈ തിയറത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമുക്കൊന്ന് കൊറോളറി ആയിട്ട് എഴുതാം. കൊറോളറി പറയുന്നത് ഇങ്ങനെയാണ്: ഇഫ് എഫ് ഇസ് എൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആൻ ഇന്റർവൽ ഐ, and if C is a point in this interval which is not an endpoint of this interval, then the following statements are equivalent. F is continuous at the point C if and only if the left limit of f at C and the right limit of f at C are equal and the coinciding value is equal to f of C. If and only if the supremum value of f of x for all points x on the left side of C coincides with the infimum value of f of x for all points x on the right side of C, and this coinciding value is equal to f of C. അപ്പോൾ ഇത് ശരിക്കും നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത തിയറവും അതുപോലെ തന്നെ നമ്മൾ ലിമിറ്റിൽ പഠിച്ചിട്ടുള്ള ലിമിറ്റിൻ്റെ എക്സിസ്റ്റൻസിനുള്ള തിയറം. Limit at C exists if and only if left limit and right limit coincide എന്ന് പറയുന്നത് ആ തിയറം. ഈ രണ്ട് തിയറംസും, അതായത് ഒരു തിയറം നമ്മൾ ലിമിറ്റിൽ പഠിച്ച തിയറാണ്, ലിമിറ്റ് ഓഫ് എഫ് അറ്റ് സി ഈസ് ഈക്വൽ ടു എൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ് ഓഫ് എഫ് അറ്റ് സി ആർ ഈക്വൽ ആൻഡ് ദിസ് കോയിൻസൈഡിങ് വാല്യൂ ഈസ് ഈക്വൽ ടു എൽ. സെക്കൻഡ് തിയറം നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പഠിച്ച തിയറം, ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ്റെ കേസിൽ ഒരു പോയിന്റ് സി എന്നുള്ളൊരു പോയിന്റ് which belongs to the domain which is an interval, domain of definition of f which is an interval, that is C is not an endpoint of the interval I. Then left limit of f at C എന്ന് പറയുന്നത് സിയുടെ ലെഫ്റ്റ് സൈഡിലുള്ള പോയിന്റ്സിൻ്റെ ഇമേജ് വാല്യൂസിൻ്റെ ഫംഗ്ഷൻ വാല്യൂസിലെ ഏറ്റവും വലിയ, അതായത് സുപ്രീമം വാല്യൂ ആണെന്നും റൈറ്റ് ലിമിറ്റ് ഓഫ് എഫ് എറ്റ് സി എന്ന് പറയുന്നത് സിയുടെ റൈറ്റ് സൈഡിലെ പോയിന്റ്സിലെ ഫംഗ്ഷൻ വാല്യൂസിൻ്റെ ഇൻഫിമം വാല്യൂ ആണെന്ന് പറയുന്ന ഈ തിയറവും യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ കൊറോളറി ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാം. എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ പറ്റുക? എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് സി, നമുക്കറിയാം എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് സി ഇഫ് ആൻഡ് ഓൺലി ഇഫ് limit of f exists and it is equal to f of c. Limit exists ചെയ്യുന്ന എപ്പോഴാണ്? Limit exists if and only if left limit and right limit exists. Limit x tends to c minus f of x exists and limit x tends to
c plus f of x exists and they coincide, അല്ലേ? Limit extends to c minus f of x equal to limit extends to c plus f of x, and if this coinciding value is equal to f of c, then we say that f is continuous at the point c. Okay, so I can say f is and they are equal to f of c. Okay, so this is this holds if and only if നമുക്കിപ്പോൾ തിയറം പറഞ്ഞു, if f is a monotonic increasing function, our theorem says this left limit of f at c, so if f is an increasing function and c belongs to I is not an endpoint of I, then the previous theorem says the left limit of f at c is the supremum of function values f of x for all x less than the point c on the left side of c, and the right limit of f at c is the infimum value of f of x when x takes values on the right side of c, and left limit and right limit coincide, and if it is equal to f of c, this is the necessary and sufficient condition for f being continuous at the point c. Okay, so this is the corollary. F is continuous at c if and only if left limit is equal to f of c is equal to right limit of f at c, if and only if the supremum of f on the left side of c when x on the left side of c is equal to f of c is equal to infimum of f of x when x is on the right side of c. Okay, so that is the proof. Okay, next is a definition: jump of a function at a point. Jump of a function at a point എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ നമ്മളിപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് എന്താണെന്ന് കണ്ടു, റൈറ്റ് ലിമിറ്റ് എന്താണെന്ന് കണ്ടു. ഈ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും തമ്മിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിനെയാണ് എന്ത് പറയുന്നത്, ഫംഗ്ഷന്റെ ആ പോയിന്റിലെ ജമ്പ് എന്ന് പറയുന്നത്. അത് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷന്റെ കേസിൽ ഇപ്പോൾ നമുക്ക് പറയാം, ഇൻക്രീസിങ് ഫംഗ്ഷനിൽ ഒരു പോയിന്റിന്റെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ആ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫംഗ്ഷൻ വാല്യൂസിന്റെ സുപ്രീമോ, ആ പോയിന്റിന്റെ റൈറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് ആ പോയിന്റിന്റെ റൈറ്റ് സൈഡിലേക്കുള്ള ഫംഗ്ഷൻ വാല്യൂസിന്റെ ഇൻഫിമോ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ജമ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന സുപ്രീമോ ഓഫ് ഫംഗ്ഷൻ വാല്യൂസ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് സിയും ഇൻഫിമോ ഓഫ് ഫംഗ്ഷൻ വാല്യൂസ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്ന് പറയാം. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഇതിൽ ഈ പറയുന്ന ഇൻഫിമോ വാല്യൂ ആണ് ഏറ്റവും വലുത്, ഈ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫംഗ്ഷൻ വാല്യൂസിന്റെ ഇൻഫിമോ അതിലും ചെറുതാണ്. അപ്പോൾ ഗ്യാപ്പ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ദിസ് ഇൻഫിമം വാല്യൂ ഇൻഫിമോ ഓഫ് എഫ് ഓഫ് എക്സ് ആസ് എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ സി നിന്ന് സുപ്രീമോ ഓഫ് എഫ് ഓഫ് എക്സ് ആസ് എക്സ് ലെസ് ദാൻ സി കുറക്കണം. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോണേ ജമ്പ് of an increasing function at a point. If c is not an endpoint of the interval I, which is the domain of definition of the increasing function f, then the jump of f at the point c denoted by jfc, denoted by jf at c, jump of f at c is the difference between left limit and right limit. Right limit ആണ് കൂടുതൽ, since f is an increasing function, right limit ആണ് ലെഫ്റ്റ് ലിമിറ്റിനേക്കാൾ വലുത്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്ന് പറയുന്നത് റൈറ്റ് ലിമിറ്റ് മൈനസ് ലെഫ്റ്റ് ലിമിറ്റ്. റൈറ്റ് ലിമിറ്റ് ഇസ് ദ infimum of the function values on the right side of c, and left limit is the supreme of function values on the left side of c. So that is this difference. ഇനി എൻഡ് പോയിന്റ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഡിഫൈൻ ചെയ്യാൻ പറ്റണമെന്നില്ല, കാരണം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് എ ബി എന്നുള്ളൊരു ഇന്റർവെല്ലിലാണ്. അപ്പൊ എ എന്നുള്ള പോയിന്റ് നോക്കുമ്പോൾ ഈ എ എന്നുള്ള പോയിന്റിൽ റൈറ്റ് ലിമിറ്റ് മാത്രമേ എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ, ലെഫ്റ്റ് ലിമിറ്റ് അവിടെ ഡിഫൈൻഡ് അല്ല. അപ്പോൾ എയിൽ ജമ്പ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്, എഫ് ഓഫ് എ എവിടെയാണോ, എഫ് ഓഫ് എ എന്ന് പറയുന്ന പോയിന്റ് വാല്യൂ ഈ പറയുന്ന റൈറ്റ് ലിമിറ്റും തമ്മിൽ എന്തെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ,
ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എഫ് ഓഫ് എ ഇത് തന്നെയാണ്, ഈ പോയിന്റ് ആണ് എഫ് ഓഫ് എ എങ്കിൽ ജമ്പ് ഇല്ല, ജമ്പ് 0 ആണ്. അതേസമയം എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഞാൻ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് ആണ് എന്ന് പറയാണ്, എന്നിട്ട് ആ പോയിന്റിൽ മാത്രം എവിടെ ഇതാണ് ഈ കേർവിൽ ഇവിടെ ഒരു ഹോളാണ്, എന്നിട്ട് ഇവിടെ നിന്ന് ബാക്കിയുള്ള പോയിന്റ്സിനൊക്കെ ഇങ്ങനെയാണ് കേർവ് എങ്കിൽ എയിൽ അവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്, അല്ലെങ്കിൽ എയിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, എയിലുള്ള വാല്യൂ റൈറ്റ് ലിമിറ്റ് അറ്റ് എയും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. എനിക്ക് ഇതൊക്കെ പറയണേ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവേണ്ട കണ്ടിന്യൂസ് ആണെങ്കിൽ അപ്പൊ ജമ്പ് ഇല്ല, ജമ്പ് 0 ആണെങ്കിൽ അപ്പൊ ഒരു ഡിസ്കണ്ടിന്യൂറ്റി ടൈപ്പ് ആണ് ആക്ച്വലി ഇത് ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഒരു റിമൂവബിൾ ഡിസ്കണ്ടിന്യൂറ്റി പറഞ്ഞ പോലെ തന്നെ ദിസ് ഇസ് അനദർ കൈൻഡ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി. ജമ്പ് ഡിസ്കണ്ടിന്യൂറ്റി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ധാരണ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ജമ്പ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ജമ്പ് അറ്റ് ലെഫ്റ്റ് എൻഡ് പോയിന്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എഫ് ഓഫ് എയും ഈ റൈറ്റ് അപ്പൊ എഫ് ഓഫ് എ ഇവിടെ ആയിട്ട് എനിക്ക് ഇൻക്രീസിങ് ഫംഗ്ഷന് ഇങ്ങനെ എഴുതാൻ പറ്റില്ല, കാരണം എന്താണ്, ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എ എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണെങ്കിൽ പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് അതിനേക്കാൾ ചെറിയ ഫംഗ്ഷൻ വാല്യൂസ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് എ വരാൻ പാടില്ല. അപ്പോൾ എഫ് ഓഫ് എ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിട്ട് ഇതിനേക്കാളും ചെറിയൊരു വാല്യൂ ആയിട്ടാണ് ഇൻക്രീസിങ് ഫംഗ്ഷൻ ആവണമെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഈ റൈറ്റ് ലിമിറ്റും എഫ് ഓഫ് എയും തമ്മിലുള്ള ഗ്യാപ്പാണ്, റൈറ്റ് ലിമിറ്റും എഫ് ഓഫ് എയും. അതിൽ റൈറ്റ് ലിമിറ്റ് ആണ് വലുത് സിൻസ് എഫ് ഇസ് എൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ. സോ ജമ്പ് ഓഫ് എഫ് അറ്റ് ദ ലെഫ്റ്റ് എൻഡ് പോയിന്റ് എ ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എ പ്ലസ് അല്ലെങ്കിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. അതും എഫ് ഓഫ് എയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ജമ്പ് അറ്റ് എ. So it is defined as limit extends to a plus f of x minus f of a, and f of a plus minus f of a എന്ന് പറഞ്ഞു. അതുപോലെ റൈറ്റ് എൻഡിൽ ഡൊമൈൻ ഓഫ് ഡെഫിനിഷൻ ഓഫ് ദ ഫംഗ്ഷന്റെ റൈറ്റ് എൻഡ് പോയിന്റ് ബി ആണെങ്കിൽ ബിയിലുള്ള ജമ്പ് ഇതുപോലെ തന്നെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? എഫ് ഓഫ് ബിയും ആയിട്ട് എന്തെങ്കിലും ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഡിസ്റ്റൻസ് ഇസ് ടേംഡ് ആസ് ദി ജമ്പ് ഓഫ് എഫ് അറ്റ് ബി. എഫ് ഓഫ് ബിയും ലെഫ്റ്റ് ലിമിറ്റ് ഓഫ് എഫ് അറ്റ് ബി തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതിൽ എഫ് ഓഫ് ബി ആണ് വലുത് കാരണം എഫ് ഇസ് എൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ. സോ എഫ് ഓഫ് ബി മൈനസ് ലെഫ്റ്റ് ലിമിറ്റ് ഓഫ് എഫ് അറ്റ് ബി ഇസ് ഡിഫൈൻഡ് ആസ് ദ ജമ്പ് ഓഫ് എഫ് അറ്റ് ബി. അപ്പൊ ഇനി ജമ്പും കണ്ടിന്യൂറ്റി തമ്മിലുള്ള ബന്ധം എന്താണ്? കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന് ജമ്പ് 0 ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് തിയറം. ഇറ്റ് ഗിവ്സ് എ റിലേഷൻഷിപ്പ് കണക്റ്റിംഗ് jump and continuity. So you can say that if f is an increasing function in the case f is continuous at c if and only if jump is 0. അത് വളരെ എളുപ്പത്തിൽ പ്രൂവ് ചെയ്യാൻ, കാരണം നമുക്ക് പല പോയിന്റ് എടുത്താൽ മതി. സി എന്നുള്ള ഒരു എൻഡ് പോയിന്റ് ആണെങ്കിൽ എന്താണ് എഫ് ഇസ് കണ്ടിന്യൂസ് അറ്റ് സി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി. ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കോയിൻസൈഡ് ചെയ്യണം, അത് ഈക്വൽ ടു എഫ് ഓഫ് സി. ഈ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും ഒരെണ്ണം ഇൻക്രീസിംഗ് ഫംഗ്ഷന്റെ കേസിൽ ഈ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സിയുടെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫംഗ്ഷൻ വാല്യൂസിന്റെ സുപ്രീം ആണ്. റൈറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് സിയുടെ റൈറ്റ് സൈഡിലേക്കുള്ള ഫംഗ്ഷൻ വാല്യൂസിന്റെ ഇൻഫിം ആണ്. അപ്പൊ ഇത് രണ്ടും കോയിൻസൈഡ് ചെയ്യുകയും കോയിൻസൈഡിങ് വാല്യൂ കൂടെ എഫ് എഫ് സി ആവുകയും ചെയ്താൽ കണ്ടിന്യൂസ് അറ്റ് സി ആയി. ഇനി ഈ പറയുന്ന സുപ്രീമോ ഇൻഫിമത്തിന്റെയും ഡിഫറൻസ് ആയിട്ടാണ് നമ്മൾ ജമ്പ് ഓഫ് എഫ് എച്ച് സി ഡിഫൈൻ ചെയ്യുന്നത്. ഇത് രണ്ടും കോയിൻസൈഡീവ് ആണെങ്കിൽ ജമ്പ് ഓഫ് എഫ് എച്ച് സി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ഇത് സി എന്നുള്ളൊരു ഇന്റീരിയർ പോയിന്റ് ആണെങ്കിൽ നോട്ട് ആൻ എൻഡ് പോയിന്റ് ഓഫ് ദി ഇന്റർവെൽ. സി ഒരു ലെഫ്റ്റ് എൻഡ് ആണെങ്കിൽ ഐ എന്നുള്ള ഇന്റർവെൽ സി ടു ഡി ആണ് ഡിഫൈൻ, ഐ എന്നുള്ള ഇന്റർവെൽ എന്ന് വിചാരിക്കുക. സി എന്നുള്ള ലെഫ്റ്റ് എൻഡ് പോയിന്റ് ഓഫ് ദി ഇന്റർവെൽ ആണെങ്കിൽ എങ്കിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് സി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് മീൻസ് ലിമിറ്റ് എന്ന് പറയുന്നത് അവിടെ റൈറ്റ് ലിമിറ്റ് മാത്രമേ ഉള്ളൂ. ലിമിറ്റ് ഓഫ് എഫ് എച്ച് സി, റൈറ്റ് ലിമിറ്റ് ഓഫ് എഫ് എച്ച് സി ഈസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണെങ്കിൽ എഫ് ഇസ് സെഡ് ടു ബി കണ്ടിന്യൂസ് അറ്റ് സി സിൻസ് സി ഈസ് എൻ എൻഡ് പോയിന്റ് ഓഫ് ദി ഡൊമൈൻ. Then what is left limit? Left limit is infimum of, sorry, left limit alla, c is the left end point, so left limit is not defined. Right limit of fhc ആണ് defined ആയിട്ടുള്ളത്. Right limit of fhc function value നോട് equal ആണെങ്കിൽ continuous ആയി. So f is continuous if and only if right limit of fhc is equal to f of c. Right limit എന്ന് പറയുന്നത് infimum of the function values on the right side of c ആണ്. അപ്പോൾ അത് ഈക്വൽ ടു എഫ് ഓഫ് സി ആണെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയി. ഈ ഇൻഫിമം വാല്യൂ, അതായത് റൈറ്റ് ലിമിറ്റും ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ജമ്പ് ഓഫ് എഫ് എച്ച് സി സിൻസ് സി ഈസ് ദ ലെഫ്റ്റ് എൻഡ് പോയിന്റ്. ഇപ്പോൾ ജമ്പ് 0 ആണ്. ഇതുപോലെ തന്നെ റൈറ്റ് എൻഡ് പോയിന്റ് ആണെങ്കിലും ഇതേപോലെ തന്നെ നമുക്ക് എഴുതാം. റൈറ്റ് എൻഡ് പോയിന്റ് ഓഫ് ദി ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ അതിന്റെ റൈറ്റ് ലിമിറ്റ് ഡിഫൈൻഡ് അല്ല. എൻഡ് പോയിന്റിൽ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു ഫംഗ്ഷൻ വാല്യൂ ആയാൽ മതി. ലെഫ്റ്റ് ലിമിറ്റ് തന്നെയാണ് സുപ്രീമം ഓഫ് ദ ഫംഗ്ഷൻ വാല്യൂസ്
on the left side of C. അപ്പോൾ ആ സുപ്രീമം എഫ് ഓഫ് സിനോട് ഈക്വൽ ആണ്. ഈ എഫ് ഓഫ് സിയും ഈ സുപ്രീമം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ജമ്പ് ഓഫ് എഫ് അറ്റ് സി. സോ ദാറ്റ് അത് 0 ആയിരിക്കണം. So that is the relationship connecting jump and continuity of a function at a point. Continuity at a point and jump of the function at that point. Connect in the relation ആണ് നമ്മൾ കണ്ടത്. Continuous at a point C if and only if jump at C is 0. Okay.